നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടിന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാടിനെ നശിപ്പിച്ച 10 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ നഗരസഭാ ഓഫീസിലേക്ക് CPM മാർച്ച്. BJPയുടേത് രാഷ്ട്രീയ അൽപത്തരമെന്നും സുരേഷ് ബാബു. വരവൂരിൽ കാണാതായ യുവതി കുളത്തിൽ മരിച്ച നിലയിൽ. മരിച്ചത് വരവൂർ പിലാക്കാട് സ്വദേശിനി ഗ്രീഷ്മ. യുവതിയെ കാണാതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ. വാർത്തകൾ വിശദമായി. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടിന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CPM പാലക്കാട് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ നഗരസഭാ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. പാലക്കാടിനെ നശിപ്പിച്ച 10 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ CPM ഡിവിഷൻ കമ്മിറ്റികൾ 3 ദിവസങ്ങളിലായി നടത്തിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ശേഷമാണ് CPM മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തിയത്. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. സംസ്ഥാന വിഹിതം ഉപയോഗിച്ച് നടത്തിയ വികസനം കേന്ദ്രത്തിൻ്റേതാക്കി മാറ്റാൻ പാട്ടുപാടി നടക്കുന്നത് രാഷ്ട്രീയ അൽപ്പത്തമാണ്. ഓണക്കാലത്ത് കേരള സർക്കാർ അനുവദിച്ച ബോണസ് പോലും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നൽകാത്ത നഗരസഭയാണ് പാലക്കാട്. 10 വർഷക്കാലം പാലക്കാടിൻ്റെ വികസനം തകർത്തതിൻ്റെ ഉത്തരവാദിത്വം BJP ഭരണസമിതിക്കാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കൊടുത്ത് പ്രധാനമന്ത്രി പദ്ധതിയാക്കി പ്രചരണം നടത്തുന്നതും BJPയുടെ രാഷ്ട്രീയ അൽപ്പത്തമാണെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. 5 വർഷം മുമ്പുള്ള വയസ്സ് ഒന്ന് കൂടിയെന്നല്ലാതെ യാതൊരു മാറ്റമില്ല. ഉണ്ടാവില്ല. അതാണ് CPM തരുന്ന ഗ്യാരണ്ടി. ഞങ്ങളുടെ കൗൺസിലർമാർ 1 ആണെങ്കിലും 2 ആണെങ്കിലും 4 ആണെങ്കിലും 7 ആണെങ്കിലും 10 ആണെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാനുള്ള അളവിലേക്ക് ഞങ്ങൾ മാറിയാലും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ യഥാസമയം കൈകാര്യം ചെയ്യുക എന്നതാണ് CPMന്റെ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടി CPM ആണ്. കോർപ്പറേഷനുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി CPM ആണ്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ കുറിച്ച് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ? തെരഞ്ഞെടുക്കുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങളെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്താൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടാൻ ഞങ്ങൾക്ക് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, V സരള, CP പ്രമോദ്, അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ്, രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാണാതായ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ പിലാക്കാട് സ്വദേശി 24 വയസ്സുള്ള ഗ്രീഷ്മയെയാണ് വരവൂർ മണച്ചിറ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് യുവതിയെ കാണാതായത്. തുടർന്ന് ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ യുവതിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് വരവൂർ മഞ്ഞച്ചിറ കുളത്തിൽ യുവതിയുടെ ചെരുപ്പും ബാഗും കണ്ടത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാത്രി 8 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പുറത്തെടുത്ത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി എരുമപ്പെട്ടി CIമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് മരിച്ച ഗ്രീഷ്മ. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം മേഖലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ചന്ദനപ്പുറം മകാം പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ മദ്രസ വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ പങ്കെടുത്തു. റാലി പത്തിരിപ്പാല ടൗണിൽ സമാപിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ റാലിക്ക് അകമ്പടിയേകി. റാലിയുടെ സമാപനം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
അത് ത്രൈമാസ ക്യാമ്പ്, അതുപോലെ SYS ചതുർമാസ ക്യാമ്പ്, SKS ദ്വൈമാസ ക്യാമ്പ്, അതുപോലെ നമ്മുടെ SB ഉൾപ്പെടെയുള്ള SKMMA ഉൾപ്പെടെയുള്ള SDA ഉൾപ്പെടെയുള്ള എല്ലാ പോഷക സംഘടനകളും പ്രത്യേകിച്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഈ മാസങ്ങളൊക്കെ മുത്തുനബിയുടെ ആ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ദീനീ ദാവത്തിന് ഉപയോഗപ്രദമായ രീതിയിലാണ് ഇതൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. ഓരോ മഹല്ല് തലത്തിലും ഓരോ മദ്രസ കേന്ദ്രീകരിച്ച് പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞു. അതിന് സമാപനം എന്നോണാണ് നമ്മൾ ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട ബാങ്ക് ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പൂർണ്ണമായ ആശീർവാദത്തോടുകൂടി ഒറ്റപ്പാലം മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ നടത്തിയത്. SYS ജില്ലാ സെക്രട്ടറി PM യൂസഫ് അധ്യക്ഷത വഹിച്ചു. കബീർ അൻവരി നാട്ടുകാൽ മിലാദ് സന്ദേശം നൽകി. ഹംസ ലത്തീഫി, ജാബിർ ഫൈസി, ശിഹാബ് കമാലി ഒറ്റപ്പാലം, മജീദ് ഫൈസി, ഫാറൂഖ്, ബഷീർ അസ്ഹരി, PMA ജലീൽ, PA ഷൗക്കത്ത് അലി, ഷാഫി മാസ്റ്റർ, നൌഷാദ് ലക്കിടി, ഹംസ ഫൈസി, മുഷ്താഖ്, PM റഫീഖ്, ജാഫർ യമാനി, KC മുഹമ്മദ് ഫൈസി, CM ബഷീർ പത്തിരിപ്പാല, ജബ്ബാർ മങ്കര, ജംഷീർ അൻസ്വരി, PA അസനാർ ഹാജി, സാലിം അൻവരി, അബൂബക്കർ ഹിഷാമി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലഹരിക്കെതിരെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് സെപ്റ്റംബർ 24 പാലക്കാട്ട് നടക്കും. ലഹരി വ്യാപനത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാണെന്നും ലഹരി മാഫിയയെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ലഹരിയുടെ ഉപയോഗവും വ്യാപനവും കേരളത്തിൽ അതിവേഗം പടരുകയാണ്. വൻ മാഫിയകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളിൽ പ്രതിയാവുന്ന വിദ്യാസമ്പന്നരായ യുവാക്കൾ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും തകർക്കുന്ന നിലയിലേക്ക് ലഹരി ഉപയോഗം വ്യാപിച്ചു. ആധുനിക രീതിയിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നത്. ഇത് അമർച്ച ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. 24-ന് വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോണിൽ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ, കായിക സംഘടനാ പ്രവർത്തകർ, സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ, ജീവനക്കാർ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം തുടർ പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുമെന്നും MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. എല്ലാവരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതിൻ്റെ പങ്കാളികളാകണം. ഏറ്റവും വലിയ വിപത്തായി മാറിയ ഈ ലഹരി ഉപയോഗത്തിനെതിരായി നടക്കുന്ന വലിയൊരു പ്രചരണമാണ്. ഇത് തുടക്കമാണ്. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനല്ല. കേരളം ഒട്ടുക്കും പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും, ഭാവി തലമുറയെ മയക്കുമരുന്നിൽ നിന്നും, ഈ ആസക്തിയിൽ നിന്നൊക്കെ ബോധവൽക്കരിച്ച് അവരെയൊക്കെ പിൻവലിപ്പിച്ച് സമൂഹത്തിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർമാരായ PV രാജേഷ്, കിദർ മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റാർട്ടപ്പ് മിഷനും SSKയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ടിങ്കറിംഗ് ലാബ്. കരികുലത്തിലെ വിവിധ പഠന പ്രവർത്തനങ്ങളുമായി കോർത്തിണക്കി ശാസ്ത്രീയമായ രീതിയിൽ നൂതന ആശയങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിൽ സ്ഥാപിച്ച ലാബിൻ്റെ ഉദ്ഘാടനം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് നിർവഹിച്ചു. കുഴൽമന്ദം BPC അഭിലാഷ തച്ചങ്കോട് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ P മണികണ്ഠൻ, പ്രധാനാധ്യാപിക BD ബിന്ദു, BRC ട്രെയിനർ ഡോക്ടർ S ജഷി, N നിഷാന, അധ്യാപകരായ MR ജിജില, KC ഗിരീഷ് കുമാർ, K രേഖ, EV സോഫിയ, K ഉഷ, MR അനജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി അമ്പലപ്പാറയിൽ ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ ICDS നേതൃത്വത്തിൽ നടത്തിയ എക്സിബിഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമ്പുഷ്ട കേരളം പോഷണ അഭിയാന്റെ ഭാഗമായാണ് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെ പോഷണ മാസം ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അമ്പലപ്പാറ പഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ന്യൂട്രീഷൻ എക്സിബിഷനിൽ 38 അംഗൻവാടികളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണ് പ്രദർശിപ്പിച്ചത്. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു.
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി സുധാകർ സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ ICDS സെൽ പ്രോഗ്രാം ഓഫീസർ TV മിനിമോൾ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ PU വിനീത, A വിജിത, V ധന്യ, PB ധന്യ, സൗദ സലീം, P ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അംഗൻവാടി വർക്കർ സത്യഭാമ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖല വനിതാ കൺവെൻഷൻ നടന്നു. അസോസിയേഷൻ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം K കുമാരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ മഞ്ഞക്കാട് മേഖലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു വനിതാ കൺവെൻഷൻ. സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം K കുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആദ്യം മുതൽ ഈ കോവിഡ് കാലത്ത് നമുക്ക് അനുവദിച്ചിരുന്ന ഒരു ആനുകൂല്യം നഷ്ടമായിരിക്കും. എന്താ റെയിൽവേ കൺസെഷൻ, റെയിൽവേ ടിക്കറ്റിൻ്റെ കൺസെഷൻ, അത് ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതുപോലെ നിവേദനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അധികാരികൾ വേണ്ടത്ര ശ്രദ്ധയിൽപ്പെടാൻ അവരത് കണക്കാക്കണില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. വനിതാ കമ്മിറ്റി മേഖലാ പ്രസിഡന്റ് K ശ്രീമതി അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം V ഹേമലത സ്വാഗതം പറഞ്ഞു. ചുടുവാലത്തൂർ വനിതാ കമ്മിറ്റി അംഗം K ദേവകി അനുശോചന പ്രമേയവും കൺവീനർ P പത്മജ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ ഭാരവാഹികളായ K ചന്ദ്രൻ, N ലോഹിതാക്ഷൻ, NR സതീന്ദ്രൻ, KT രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സൗജന്യ ഭക്ഷ്യകിറ്റ് നൽകണമെന്നും ഷൊർണൂർ ഗവൺമെൻറ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രസവ വാർഡ് ആരംഭിക്കണമെന്നും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി K ലക്ഷ്മിക്കുട്ടി പ്രസിഡന്റ്, K ശ്രീമതി, NC സീത, TK ഇന്ദിര വൈസ് പ്രസിഡന്റുമാർ, PA പത്മജ സെക്രട്ടറി, P പത്മിനി, V വസന്ത, M ദേവകി ജോയിന്റ് സെക്രട്ടറിമാർ, V ഹേമലത ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ഭദ്രസാന സൺഡേ സ്കൂളിന്റെ കലോത്സവം 27-ാം തീയതി ശനിയാഴ്ച ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബത്ലഹേം യാക്കോബായ സുറിയാനി പള്ളി പാരിഷ് ഹാളിൽ നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 37 പള്ളികളിൽ നിന്നും മേഖലാ കലോത്സവത്തിൽ വിജയിച്ച 300 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. കലോത്സവം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് 3 വേദികളിലായി നടക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിംബീസ് മെട്രോപൊളിത്ത നിർവഹിക്കും. വട്ടോളി പള്ളി വികാരി ഫാദർ തോമസ് നെടിയ പാലക്കൽ അധ്യക്ഷത വഹിക്കും. മറ്റു വിവിധ വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ CP ബെന്നി ചിറപ്പുറത്ത്, ജോസ് ചള്ളിക്കാട്ടിൽ, TV ബിനോയ് തെക്കുമടത്തിൽ, CG ബിനോരാജ്, MI തങ്കച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ കലോത്സവത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃശൂർ ഭദ്രാസനാധിപൻ അഭിയജ്ഞ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഉദ്ഘാടന പൊതുസമ്മേളനത്തെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് വട്ടുള്ളി സെന്റ് ജോർജ് ബേത്ലഹേം യാക്കോബായ സുറിയാനി പള്ളി വികാരിയായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട റവറൻ ഫാദർ തോമസ് നെടിയ പാലക്കൽ അധ്യക്ഷത വഹിക്കുന്നതുമാണ്. തുടർന്ന് ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന ഡയറക്ടർ ശ്രീ ബെന്നി CP ഭാരവാഹികളെ എല്ലാവരും നേതൃത്വം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാടിനെ നശിപ്പിച്ച 10 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ നഗരസഭാ ഓഫീസിലേക്ക് CPM മാർച്ച്. BJPയുടേത് രാഷ്ട്രീയ അൽപത്തരമെന്നും സുരേഷ് ബാബു. വരവൂരിൽ കാണാതായ യുവതി കുളത്തിൽ മരിച്ച നിലയിൽ. മരിച്ചത് വരവൂർ പിലാക്കാട് സ്വദേശിനി ഗ്രീഷ്മ. യുവതിയെ കാണാതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.